ഒരുങ്ങിക്കെട്ടി ഇത് എങ്ങോട്ട് കയറി പോണ്? എനിക്ക് പോട്ടെ പിന്നെ. ഓ പിന്നെ ജോലിക്ക് പോണെന്ന് പറഞ്ഞ കേട്ടത്തൊന്നും കളക്ടർ ഉദ്യോഗത്തിന് പോവേണെന്ന്. ഈ കണ്ട കോടതി പോയി കള്ളസാക്ഷി പറയല്ലേ നിങ്ങൾ പോകുന്നത്? നിനക്കെന്താ കാര്യം? വേണ്ട, ഇവിടെ വിട്ട് ഇറങ്ങരുതെന്നാ ഞാൻ പറയണത്. ചേട്ടാ, ജോലിക്ക് പോകാൻ സമ്മതിക്കാത്തൊരു ഭാര്യ കേരളത്തിൽ ആദ്യമായിട്ട് ഞാൻ കാണുകയാണ്. കല്യാണം കഴിഞ്ഞിട്ട് അന്ന് മുതൽ നാട്ടുകാർ മൊത്തം പറയാ നിങ്ങൾ കള്ളസാക്ഷി പറയുന്ന ആളാണെന്ന്. അന്നേരം ഞാൻ വിശ്വസിച്ചില്ല. എടീ, കല്യാണം കഴിഞ്ഞ് നിന്നെ പറ്റി നാട്ടുകാർ എന്തെല്ലാം പറയുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ നീ എന്റെ കൂടെ ജീവിക്കാൻ പറ്റുമായിരുന്നോ? എന്റെ ദൈവമേ, എന്നെ ഇങ്ങനെ ഒരു പെണ്ണായിട്ട് ഈ ഭൂമിയിൽ ജനിപ്പിച്ചല്ലോ. എടീ, പെണ്ണായിട്ട് ജീവിച്ച് നീ ജനിച്ചില്ലേ, അതൊരു ഭാഗ്യമായിട്ട് കരുത്. അതെങ്ങനെ ഭാഗ്യമാവും? ചേടാ, പെണ്ണുങ്ങൾക്ക് 3 കിലോ അരി റേഷൻ കടയിൽ നിന്ന് കിട്ടുന്നുണ്ട്. ഇപ്പം ബസ്സിൽ സൗജന്യമായിട്ട് യാത്രയുണ്ട്. റേഷൻ കടയിൽ കിട്ടുന്ന 3 കിലോ അരിയുടെ കണക്കൊന്നും പറയാതിരിക്കാൻ നല്ലത്. ഈ 3 കിലോ അരിയും ഞാൻ വീട്ടിൽ കൊണ്ടുവന്നെ കൂട്ടിയിട്ടിട്ട് അതിന്റെ ഫ്രണ്ടിൽ നിന്ന് ഞാനും എന്റെ വീട്ടിലെ കോഴിയും താറാവും തമ്മിൽ തർക്കം. ഇത് ആദ്യം കൊത്തി തിന്നുമെന്ന് പറഞ്ഞു. അതുങ്ങൾ കൊത്തി തിന്നു ബാക്കി എടുത്ത് തേറ്റിപ്പറക്കി വേണം ഈ പിള്ളേർക്ക് കൊടുക്കാൻ. അറിയാമോ? അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ ഈ കള്ളസാക്ഷി പറയുന്ന ജോലി നിർത്തിയിട്ടേ നിങ്ങൾ മര്യാദക്ക് ജോലിക്ക് പോകാൻ നോക്കും. പിന്നെ ഞാൻ ജോലിക്ക് പോകാൻ നോക്കുന്നു. ആണുങ്ങളെ എന്തെല്ലാം ബിസിനസ് ഉണ്ട്, ബിസിനസ് ചെയ്യണം. ബിസിനസിന്റെ കാര്യം നീ പറയുന്നത് കേട്ടോ. എന്തോ ഒരു ബിസിനസ്സാണ് ഞാൻ ചെയ്തത്. നിങ്ങൾ എന്താ ബിസിനസ് ചെയ്തത്? ഹൈഡ്രജൻ ബലൂണിന്റെ ബിസിനസ് ഞാൻ ചെയ്തില്ലായിരുന്നു. എന്നിട്ട് എന്തായി? പൊട്ടിപ്പോയി. അത് തന്നെ പൊട്ടിപ്പോയി. ഇതൊക്കെ ചെയ്യണമെങ്കിൽ ദൈവവിശ്വാസം, ദൈവവിചാരം ഒക്കെ വേണം. ദൈവവിശ്വാസം, ദൈവവിചാരം ഉള്ളത് കൊണ്ടാണ് ആ ബിസിനസ് പൊട്ടിപ്പോയി. അതെങ്ങനെ? ഞാൻ ഈ ഹൈഡ്രജൻ ബലൂണായിട്ട് അമ്പലപ്പറമ്പിൽ ചെന്നിട്ട് ദൈവത്തിന് മുമ്പ് ഇരുന്ന് 50 ബലൂൺ ഇങ്ങനെ പിടിച്ചിട്ട് ഞാൻ പറഞ്ഞു, ദൈവമേ, എന്റെ ആദ്യത്തെ ബിസിനസ് ആണ്, ഇതെങ്കിലും എനിക്ക് വിജയിപ്പിച്ച് തരാൻ നിങ്ങളെ കൈമലത്തി പറഞ്ഞതും ബലൂണെല്ലാം മേപ്പോട്ട് പറഞ്ഞു. ശരി, അതൊക്കെ നിങ്ങൾ ബിസിനസ് ചെയ്യണ്ട. നിങ്ങൾ രായണ്ണന്റെ വർക്ക്ഷോപ്പിൽ കുറച്ച് ദിവസം നിന്നായിരുന്നല്ലേ? അവിടെ നിങ്ങൾ മര്യാദയ്ക്ക് നിന്നിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഈ ഗതികേട് വരുമായിരുന്നു. അവന്റെ ദുർബുദ്ധി കാരണമാണ് അവൻ എന്നെ പറഞ്ഞു വിട്ടത്. എന്താണ് ദുർബുദ്ധി? വണ്ടി ടെസ്റ്റ് ചെയ്തോണ്ട് വരാൻ പറഞ്ഞു. ഞാൻ വണ്ടി ടെസ്റ്റ് ചെയ്ത് തിരിച്ചോണ്ട് വന്നപ്പോ അവൻ പറയാ, നീ ഇവിടെ ജോലിക്ക് വേണം, നീ പൊക്കോളാൻ. പിന്നെ വണ്ടി കൊണ്ട് മതിലിടിച്ചിട്ടല്ലേ വണ്ടി ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്? എയർ ബാഗ് ചെക്ക് ചെയ്യുന്നുണ്ടെന്ന് അറിയാൻ വേണ്ടി പിന്നെ ഇടിച്ചു നോക്കട്ടെ. പിന്നെ അല്ലാണ്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ഈ കള്ളസാക്ഷി പറയുന്ന പരിപാടി ഇപ്പൊ നിർത്തിക്കോണം. മാർക്കെ ഞാൻ പോകും. പോകരുത്. ഞാൻ പോകും. കള്ളസാക്ഷി ഇപ്പൊ കോടതി പോകരുത്. ഞാൻ പോകും. അങ്ങനെ പോയാ ഞാൻ ഇനി ഇവിടെ നിൽക്കൂല, ഞാനും ഇറങ്ങി പോവും. അന്ന് നീ ഒന്ന് പൊക്കി എനിക്കൊന്ന് കാണണ്ടല്ലോ. ഞാൻ പോവും. പോവും പറഞ്ഞ പോവും. ഹലോ ഹലോ ഹലോ, ജോർജ് വർക്കിലാണേ. സാറേ, ഒരു 3 മാസത്തിന് മുമ്പേ നിന്നെ കൊണ്ട് ഞാൻ ഒരുത്തിനെതിരെ കള്ളസാക്ഷി പറയിച്ചില്ലായിരുന്നോ? അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അപ്പൊ അവൻ എനിക്ക് തരാനുള്ളത് വക്കീൽ ഓഫീസിൽ വന്ന് തന്നു. എന്നിട്ട് ഇപ്പൊ നിന്റെ വീട് തിരക്കി അങ്ങോട്ട് വരുന്നുണ്ട്. എന്തേലും ഉടായ്പ പറഞ്ഞ് അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുക, അല്ലെങ്കിൽ അവിടുന്ന് മാറുക. ഇതൊന്നുമല്ല, അവന്റെ കയ്യിൽ നിന്ന് കിട്ടുന്നത് മേടിക്കുക. പിന്നെ അവന്റെ കയ്യിൽ നിന്ന് വല്ലതും കിട്ടിയാലേ ഈ CJ ഹോസ്പിറ്റലിൽ തന്നെ അഡ്മിറ്റ് ആവണേടാ. അതെന്തിനാ അങ്ങോട്ട് തന്നെ വരുന്നത്? ഞാൻ ഓൾറെഡി ഇവിടെ അഡ്മിറ്റ് ആണ്. അപ്പൊ കേസിന്റെ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടതാ. അപ്പൊ കൂട്ടിയല്ലേ സാറേ? ആയിക്കോട്ടെ. അയ്യോ സാറേ, ഞാനിപ്പം പിന്നെ ശോഭേ, വേണ്ട, ഞാൻ പോവും. അടിക്കാൻ വന്നല്ലേ ഇങ്ങനെ പിടിക്കാൻ വന്ന വീട് എനിക്ക് മനസ്സിലായി. എടി, ഇതേ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഒരു കറക്കിറക്കം കൊണ്ട് കണ്ട കണ്ട ഇതണ്ട ഇങ്ങനെ വലിക്കാൻ ആര് കാണാൻ ഇവിടെ ശോഭേ, അതല്ല, ഞാനേ 3 മാസം മുമ്പ് ഒരുത്തിനെതിരെ ഞാൻ സാക്ഷി പറഞ്ഞായിരുന്നു. അവനിപ്പോ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. അവൻ വക്കീലിനൊക്കെ ചെന്ന് വക്കീലിന് ബേഷായിട്ട് കൊടുത്തു. എന്നിട്ട് അവനിപ്പോ ഇങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു എനിക്കിട്ട് തരാൻ വേണ്ടി. അതുകൊണ്ടെങ്കിലും നിൽക്കണം, കിട്ടണം, നിങ്ങൾക്ക് കിട്ടണം. എടി, നീ അങ്ങനെ പറയടി, അവൻ വന്ന എന്നെ തല്ലിക്കൊല്ലൂടി. തല്ലിക്കൊല്ലണം, അല്ലെങ്കിൽ നിങ്ങൾ ഈ കള്ളസാക്ഷി പറയുന്നത് നിർത്തണം. എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞേടി ശോഭേ. ഐഡിയൊക്കെ എന്റെ കയ്യിലുണ്ട്. പക്ഷേ എനിക്കിപ്പോ സത്യം ചെയ്തുക. എന്ത്? ഇനി മേലിൽ കള്ളസാക്ഷി പറയാൻ കോടതി പോകത്തില്ലെന്ന് സത്യം ചെയ്താ. സത്യം ചെയ്യും. എടി, വല്ലപ്പോഴും കിട്ടുന്ന ഒരു സത്യം ചെയ്യൂല. ഓക്കെയാണ്. ഓക്കെ, ഞാൻ ചെയ്തു തരാം. സത്യം ചെയ്യും. ഇനി മേലിൽ ഞാൻ കള്ളസാക്ഷി പറയാൻ പോകത്തില്ല. സത്യം? സത്യം. ശരി. നിന്റെ കുരുട്ട് ബുദ്ധിയിൽ എന്തെങ്കിലും പറഞ്ഞു. ശരി, ഞാൻ പറഞ്ഞുതരാം. കൈവിട്. ഒരു കാര്യം ചെയ്യും, നിങ്ങൾ ഈ കട്ടിലേ കയറി കിടക്ക്. ബാക്കിയൊക്കെ ഞാൻ ഏറ്റ്. നിങ്ങൾ തലവഴി മൂടി പൊതിച്ച് കിടന്നാൽ മതി. എന്നെ കൊലക്ക് കൊടുക്കാൻ വേണ്ടിട്ടാണോ? നിങ്ങൾ അങ്ങോട്ട് കയറി കിടക്കാൻ കിടക്കാൻ വരല്ലേ? ശോഭേ, ഇതൊന്നും ഒരിക്കടി പുകച്ചിലെടുക്കും. ഇച്ചിരി പൗഡർ തരാം ഓടി. എന്തിന്? ചത്താലും ചമഞ്ഞ് കിടക്കണമെന്ന് കൊല്ലത്തൊന്നുമില്ല, എനിക്ക് ബുദ്ധിയുണ്ട്. പേടിക്കണ്ട. അണ്ണൻ ഇങ്ങനെ മൂടി പൊതിച്ച് കിടക്കും. എന്നിട്ട് അയാൾ വരുമ്പോഴേക്കും അണ്ണൻ ഈ തളർന്നു കിടക്കൂലേ, അതുപോലെ അഭിനയിച്ചു ഇങ്ങനെ. എടി, ഇതിലും നല്ലത് അവനെന്നെ തല്ലിക്കൊല്ലുന്ന. ഇങ്ങനല്ലേ? അല്ല പിന്നെ ആരാ വരുന്നേന്ന് പറഞ്ഞ? നിനക്കറിയത്തില്ലേ ആളെ?
എടേ തമിഴ്നാട് മുഴുവൻ വിറപ്പിച്ചൊരു മനുഷ്യനാ. അയാൾ വന്ന് നിന്നാ തന്നെ ഉലകം ചുറ്റിപ്പോകും. അത്ര ഭീകരനാണവൻ. കൈ വടിവാള് ഇല്ലാത്ത ഉപകരണങ്ങളൊന്നുമില്ല. അവന്റെ പേര് ഉസ്ലാം വെട്ടി ഷൺമുഖം. ഷൺമുഖം, உசிலாம்பட்டி சமூகம், ஒரு அசக்கு ஒரு நசக்கு ஒரு பிசுக்கு. നീ സത്ത വീട്ടിന്റെ ഫ്രണ്ടിൽ കിടന്ന അസത്തേന്നാ. അസത്തല്ല, എന്റെ ഡയലോഗാണ്. നീ സത്ത മൊട. ഇത് തൊടയല്ലേ? ഒരു ഭാഗം സമ്മതിക്കത്തില്ലെങ്കിൽ ഒരു അസക്ക് ഒരു നസക്ക് ഒരു മുസക്ക്. அப்படியா? அப்படினா எனக்கும் தமிழ் தெரியும். தமிழ் தெரியுமா? தமிழ் தெரியும். உங்களுக்கா? எப்படி தமிழ்? நான் வந்து தேனி பக்கம். അവിടെ ഏത് മാമട്ടത്തിൽ இருக்க? பாடாய மச்சி வாழைக்க பச்சி உடம்ப போட்டு போட்டுடுவேன் பஜ்ஜி. അപ്പൊ ഇനി മലയാളത്തിൽ പിടിക്കാം. അങ്ങനെ വാ. അങ്ങനെയാണല്ലേ? തുളസി എവിടെ? ഈ കയറി വരുന്ന ഗേറ്റിന് ഫ്രണ്ട് നട്ടു വെച്ചേക്കുന്ന കണ്ടില്ലേ ഒരു തുളസി? അത് കൃഷ്ണ തുളസി. അതല്ല, നിന്റെ ഭർത്താവ് തുളസി എവിടെ? അയ്യോ, എന്റെ പൊന്നല്ല, എന്റെ ഭർത്താവിനൊന്നും ചെയ്യരുത്. എന്റെ ഭർത്താവിനൊന്നും ചെയ്യരുത്. എന്റെ വെരിക്കോസ് വെയിൻ തടവി താഴോട്ട് ഇറക്കാൻ എന്റെ പൊത്ത നിക്കറ് വലിച്ച് താഴോട്ട് ഇറക്കി. സത്യം പറ, എവിടെയാ മര്യാദക്ക് വിളിച്ച് വീടിന് വെളി ഇറക്കണം. ഞാൻ അവത്തോട്ട് കയറണം. എനിക്ക് ഒരു തെറ്റും ചെയ്യാത്ത ഒരു കയ്യബദ്ധം പറ്റിയെന്ന് വരി അവൻ എനിക്കെതിരെ കള്ളസാക്ഷി പറഞ്ഞു. മര്യാദക്ക് ഇറക്കിട്ടല്ല പെരക്കകത്ത് ഇസ്ലാംപെട്ടി ക്ഷമം കയറുമെന്ന് പറഞ്ഞാൽ കയറും. ഒരു അസക്ക് ഒരു നസക്ക് ഒരു പിസുക്ക് അകത്ത് കയറി പൊക്കഴിഞ്ഞാലേ അണ്ണന് വേറെ പേര് കൂട്ടി ആ നാട്ടുകാർ വിളിക്കും. ഏത് പേര്? കിച്ചുമോന്റെ മൂത്രത്തിൽ ചവിട്ടി തെന്നി അടിച്ച് തലയടിച്ച് വീണ ഉസ്ലാംപെട്ടി ഷൺമുഖനെന്ന്. കാര്യം ശരിയാ, ഞാൻ ഒരുപാട് പേരെ ഇടിച്ച് മൂത്രം മുടിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞൊരു കൊച്ചിയിറക്കന്റെ മൂത്രത്തെ തലയിൽ വീണ്ട കാര്യം എനിക്കില്ല. അതുകൊണ്ട് മര്യാദ വിളിച്ചിറക്കാൻ ഞാൻ ഇപ്പൊ അല്ലാതെ. വേണ്ട, എന്റെ ചേട്ടൻ ഒന്നും ചെയ്യരുത്. ഒന്നും ചെയ്യരുത്. ഒരു കാര്യമില്ലാത്ത കാര്യം. ഞങ്ങളൊക്കെ പാവങ്ങളാ. നിങ്ങളൊക്കെ പണക്കാരി. അതെന്ത്? അല്ലെ പിന്നെ മേശേന്ദ്രയുടെ ഈ തേക്കിന്റെ ഉണ്ടാക്കിയിട്ട് വിളിക്കണേ മര്യാദക്ക് വിളിക്ക. അയ്യോ, ഇനി മുള വെച്ച് കെട്ടണേ. എനിക്കറിയാം. വിളിക്കണേ മര്യാദക്ക് വിളിക്ക. അണ്ണ ഇപ്പൊ തന്നെ ജയിലിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിയതല്ലേ ഉള്ളൂ. വീണ്ടും എന്റെ ചേട്ടനെ കുത്തി കഴിഞ്ഞാലേ അണ്ണൻ വീണ്ടും ജയിലിൽ പോകൂലേ? ചുമ്മാ അങ്ങനെ ജയിലിൽ പോണത്. കണ്ണൂർ സെൻട്രിയാലേ ആണുങ്ങൾക്കുള്ള. അപ്പൊ പെണ്ണുങ്ങൾക്കാ? പെണ്ണുങ്ങൾക്ക് അവിടെ ഇല്ല, അത് വേറെ ബ്ലോക്കല്ലേ. പൂജപ്പുര നമ്മൾ ആണുങ്ങൾ മാത്രം. അപ്പൊ പെണ്ണുങ്ങൾക്കുള്ളത് ഇവിടെ അട്ടക്കുളങ്ങര ഫ്രണ്ട് വല്ല ചപ്പാത്തിയൊക്കെ വെച്ച് ഇറങ്ങണേ. അവിടെയാണ് എന്തോ പറയാനാ. എന്റെ നാത്തൂനെ ഓരോരോ കാര്യം പറഞ്ഞാൽ നമ്മൾ അങ്ങനെ എന്റെ പൊന്നെണ്ണ അതിക്രമൊന്നും കാണിക്കില്ല. അതിക്രമം കാണിക്കും ഞാൻ. കുട്ടിപ്പാട്ടുകാരെ തേടി ടോപ്പ് സിംഗർ ഓഡിഷൻ UAE 8-നും 15-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് ഓഡിഷനിൽ പങ്കെടുക്കാം. ഓഡിഷനിൽ അസാമാന്യ പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ടോപ്പ് സിംഗർ ഗ്രാൻഡ് ഫിനാലയിൽ പങ്കെടുക്കാൻ അവസരം. പ്രവേശനം സൗജന്യം. രജിസ്റ്റർ ചെയ്യാൻ ഉടൻ വിളിക്കൂ. +971 5263 10876. മര്യാദയ്ക്ക് നീ വിളിച്ചോ, അതാണ് നിനക്ക് നല്ലത്. അവന്റെ കുടൽമാല കുത്തിയാൻ വേണ്ടി നോക്കും. എന്നാ കുടൽമാല കുത്തിയെടുത്താലേ ഈ മാല ശബരിമലയ്ക്ക് ഇട്ടോണ്ട് പോകാൻ പറ്റുമോ? എന്തോ ഒരു കട്ടമാന്ന് പറയണേ. സ്പോട്ടടി മനുഷ്യനും വിവാദം ഉണ്ടാക്കുന്ന ഓരോ വിഷയപാട്ടി. നിനക്ക് എന്തിന്റെ കേടായത്? നീ മര്യാദയ്ക്ക് വിളിച്ചിറക്കിയോ അല്ലെങ്കിൽ ഞാൻ തീർക്കും. ഞാൻ സത്യം പറഞ്ഞ പട്ടിണി അണ്ണ, പട്ടിണി. എന്തായാലും മുഴി പട്ടിണി. എടി നീ അവനെ വിളിക്കണ. കിടക്കണ സത്യം പറഞ്ഞ കിടക്കണ. ഇതാര് നിന്റെ ഭർത്താവ്? ഇതില്ല. അല്ല അല്ല അല്ല. എടുക്കും. വേണ്ട. അല്ല അവനെ വിളി. മര്യാദയ്ക്ക് വിളി. ഇപ്പൊ അണ്ണനെ കണക്ക് തീർക്കണോ? അല്ലേ? എനിക്ക് കണക്ക് തീർക്കണം. ശരി, വിളിക്കാവനെ. എന്നാപ്പാ ദേ കിടക്കുന്ന എന്റെ ഭർത്താവ് വന്ന് കണക്ക് തീർക്കവാ. അങ്ങനെ വഴിക്ക് വാടി. മൂടിപ്പോച്ചാണ് ഉറങ്ങുവാ. നിന്നെ ഞാൻ ഉറക്കാടാ. ഇവൻ വേണേ മാറിക്കോ. ഇവൻ വേണേ മാറിക്കോ. ഇതെന്തോ പറ്റിയതാ? ഇതെന്തോ ഇങ്ങനെ കിടക്കുന്നേ? അണ്ണനെതിരെ കള്ളസാക്ഷി പറഞ്ഞിട്ട് വന്നതാ. അന്നേരം മുതല് വീട്ടിൽ വന്നതേ ഓർമ്മയുള്ളൂ. അപ്പൊ
അപ്പോഴേ ശരീരം തളർന്നു പോയി. എടാ എന്തോ അവസ്ഥയാന്ന് പറ മനുഷ്യന്റെ ഒരു അസക്കും ഒരു പിശകെന്നും പറഞ്ഞു വന്നു. ഇതിപ്പോ ഇത് കണ്ടിട്ടിപ്പം ഷൺമുഖം നീ തളരരുത്, നിനക്കെതിരെയാണ് അവൻ കള്ളസാക്ഷി പറഞ്ഞത്. തീർക്കണ അവനെ ഷൺമുഖം, തീർക്കണ. ഒരു അസക്ക ഒരു പിശക്. എല്ലാം ശരിയാകും കേട്ടോ. മനുഷ്യന്റെ കാര്യമൊക്കെ അത്രേ ഉള്ള. ബബിൾക്കോ നാക്കെടുത്ത് വെളിയിടണോ? നിലനിൽപ്പില്ലേ? എന്തോ ചെയ്യാനാന്ന് പറയും. കറിയല്ലേ പെങ്ങളെ, കറിയാതെ അങ്ങനെ സംഭവിക്കും. കറിയാതെ കേട്ടോ. ആരെങ്കിലും ഒരാളെ ദൈവദൂതനെ പോലെ വരും എന്ന് വിചാരിച്ചാൽ മതി. ഒരസക്കും ഒരു നസക്കും എന്റെ കയ്യും കാലും മാത്രമേ തളർന്നിട്ടുള്ളൂ, എന്റെ കണ്ണിന് ഒരു ഗുരുവില്ലേ. ഞാനത് അങ്ങനത്തെ ഉദ്ദേശത്തിലല്ല. എല്ലാം കൊടുത്തായിരുന്നു. കഞ്ഞി വെക്കുന്നതല്ലേ ഉള്ളൂ. ആണോ? ഇവിടെ ഒന്നുമില്ലേ? ഇവിടെ ഒന്നുമില്ല. എന്തോ ചെയ്യാനെന്ന് പറഞ്ഞ ദാരിദ്ര്യമായി പോയല്ലയോ. കുഞ്ഞുങ്ങളൊക്കെ പട്ടിണിയാ, മുഴുപട്ടിണി. 4 പേരുണ്ട്. എന്തിനാ കരയുന്ന? എന്തിനാ കൊച്ച്? കുഞ്ഞാപ്പിടാ കരയുവാ. എന്തോ ഒരു കഷ്ടമെന്ന് പറയണേ. മക്കളെ ഇടല്ലേടാ, കരയല്ലേ പൊന്ന്, കരയല്ലേടാ, കരയല്ല എന്റെ പൊന്ന്, കരയല്ലേടാ, എന്റെ പൊന്ന് കരയല്ലേടാ. കിട്ടോ അതെ, ഒന്നുമില്ല. വയറ്റിനകത്ത് വല്ലതും വേണ്ടേ? അതെന്താ? ഒന്നും കഴിച്ചിട്ടില്ല. കരയില്ല പൊന്ന്, കരയില്ല. വീണ്ടും തക്കെടുത്തുള്ളൂ. കരയില്ലേ പൊന്നെ, കരയില്ലേ എന്റെ പൊന്നാണി. അരി പ്രകന്റെ പൊന്ന നിന്റെ ക്ലാക്കട്ടിയെ. ഞാനേ ഈ ഷുഗർ കുറയുമ്പോ കഴിക്കാനായിട്ട് ബിസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്, അത് കൊടുക്കാം. എന്റെ പൊന്നു കഴിച്ചോടി, എന്റെ പൊന്നു കഴിച്ചോ. അദ്ദേഹത്തിന് ഒന്നും ചെയ്തില്ല. ഓരോ ആത്ത കായിന്റെ ഇടയിൽ ബിസ്ക്കറ്റ് കൊടുക്കണ്ടായിരുന്നു. ഏണ്ട പയറ് നിറഞ്ഞെന്ന് തോന്നുന്നു. എന്തോ കഷ്ടമെന്ന്. ആ ചെറുക്കന് വല്ലതും കൊടുക്കും കേട്ടോ. ഈ കഞ്ഞി ഉണ്ടെങ്കിൽ തരാവോ? കഞ്ഞി ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചാ അതിന്റെ തീ അടുപ്പ് ഇരിക്കുന്നതല്ലേ ഉള്ളൂ. ആരൊന്ന് ഊതി കൊടുക്കാം, കൊച്ചെന്റെ കയ്യിലിരിക്കല്ലേ. എന്റെ മക്കള് കരയല്ല. വന്നും പോയി ഇതെന്ന്. ഞാനല്ലേ ഊതിയതാണ്. മക്കള് കരയില്ലടാ. കൊടുക്ക. അപ്പൊ ഇച്ചിരി കഞ്ഞി എടുത്തേ. ആ ചെറുക്കൻ എന്തായാലും ഒന്നും കൊടുക്കുന്ന. ഒന്ന് വയ്യാ കിടക്കുമല്ലോ, ഇത്രയും കുളിയാൻ കഴിക്കുന്നല്ലേ. കഞ്ഞി എങ്ങനെ കൊടുക്കാന്ന് വെച്ചിട്ടാ? സാധാരണ പ്ലേറ്റ് വെച്ച് ഇങ്ങനെ കൊടുത്താൽ ഞാൻ കുടിച്ചാലോ. വെറും കഞ്ഞി അങ്ങനെ പച്ചക്കഞ്ഞി കൊടുക്കാൻ പറ്റുമോ? അയ്യോ, അപ്പുറത്തെ ലീല ചേച്ചി ഇത്തിരി മീൻ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ആരിരിക്കുന്നത് വെട്ടി കഴുകി തരേ. അത് ഞാൻ എന്താ കരയാതിരുന്നൂടെ? ഈ അമ്മ ഈ വീട്ടിൽ ഓടി വന്ന് ജോലി ചെയ്ത് കണ്ടൂടെ? ഈ അമ്മക്ക് 2 കയ്യേ ഉള്ളൂ. എല്ലാം കൂടെ ഞാൻ ചെയ്യണ്ടേ? കരയില്ലടാ. അമ്മ തക്കട കൊണ്ട് പറ്റുന്നില്ലടാ. അതെ, 2 മറക്കാനും കൂടി മറക്കാൻ. അയ്യോ കഴിഞ്ഞു. മറക്കട്ടിയാ? മീൻ വെട്ടിയാ? ഞാൻ ഓർത്ത് എന്നെ കൊല്ലാൻ വരാൻ നിൽക്കുമായിരിക്കും, അതുകൊണ്ട് അറിയാം. അയ്യോ കൊച്ചിന്റെ കരച്ചിലേ. ആണോ? നമ്മൾ എത്രയെന്ന് പറഞ്ഞാ? അതെ. അതുകൊണ്ട് അപ്പൊ വെട്ടി വെച്ചിട്ടുണ്ടേ. ഞാൻ മീനൊക്കെ വെട്ടി വെച്ചിട്ടുണ്ട്. അപ്പൊ അന്ന് എടുത്ത് എന്തെങ്കിലും ഒന്ന് കറി വെച്ച് അവന് കൊടുക്കും. എന്നാത്തിന് മുളകരച്ച് കറി ഉണ്ടാക്കി കൊടുക്കല്ലേ? മുളക് കറിയോ?
ഈ വയറിഞ്ഞ് ഇറക്കുന്ന ചെറുക്കന് മുറക് കറിയോ? പിന്നെ എന്താ ഒരു തേങ്ങ അരച്ചൊരു കറി വെച്ച് കൊടുക്കാം അവന്. ഇവിടെ ഇരിക്കുന്ന തേങ്ങ അല്ലേ ഇതല്ല ഞാൻ തേങ്ങ കൊണ്ട് വരണം. ഇത് നിങ്ങളുടെ തേങ്ങ, നിങ്ങളുടെ വീടായത്. ഈ വീട്ടില് ഇങ്ങനെ തളർന്ന് കിടക്കുക. ഞാൻ ഒറ്റ ഈ നാട് നീളം ഓടി നടന്ന് ഈ തേച്ചിട്ടാ ഈ കുടുംബം കഴിഞ്ഞു പോകുന്നത്. ഒരു തേങ്ങയ്ക്കുള്ള പോക്ക് നമുക്കുണ്ടോ? ഒരു കാര്യം ഞാൻ അയലത്തെ വീട്ടിലെ കാണിച്ചു തന്നിട്ട് തേങ്ങ പോയില്ലേ? ഓ ഇങ്ങനെ ഈ കള്ളസാക്ഷി പറയുന്നതാണ് അയലത്തുകാരൻ നമ്മളടുത്ത് മിണ്ടത്തില്ല. ഞാൻ ചോദിച്ച തരത്തില്ല എല്ലാ അസൂയാദിക്കളാ. ഉസിരാൻ പറ്റി ഷണ്ണു ഇവിടെ ഇരിക്കുമ്പോഴേ അയലത്തെ ഒരു തേങ്ങ കൊടുക്കത്തില്ല എന്റെ ചെറുക്കന്. പിന്നെ കൊടുക്കാല്ലേ ഞാൻ നിങ്ങൾ അല്ലേ വെള്ളത്തിൽ എന്റെ അടുത്ത് ഞാൻ കൊടുക്കൂല പെരുക്ക്. എന്നാ വേണ്ടത് അവര് അല്ലല്ല ഇപ്പൊ ഞാൻ സാധനം മേടിച്ചു തന്നാ മതിയോ? ഞാൻ സാധനം മേടിച്ച് തന്നാ പോരെ? അല്ല അണ്ണൻ പറഞ്ഞത് ശരി തന്നെ. അണ്ണനത് തേങ്ങ പറഞ്ഞു. ഒരു തേങ്ങ അമ്മച്ചിയേ, ഒരു തേങ്ങ ഇതൊന്നും ഇവിടെ കേക്കത്തില്ല, വെറുതെ അഭിനയിക്കുക. തേങ്ങ എനിക്ക് തന്നാ മതി. കണ്ടോ പെണ്ണുങ്ങൾ പോയാൽ ഇങ്ങനെ ഇരിക്കും, പെണ്ണായിട്ട് പോയാൽ ഇങ്ങനെ ഇരിക്കും. കണ്ടോ തേങ്ങ അതാ ആവശ്യം പറഞ്ഞ ഇനിയിപ്പോ കുഴപ്പമില്ലല്ലോ. വെച്ചുകൂട് കേട്ടോ. ശരി തേങ്ങ പൊച്ച് റെഡിയാക്കി ഞാനേ ആ തേങ്ങ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. എന്തായാലും കൂടെ ആ കൊച്ചിനെ എന്റെ തരല അച്ചടക്കം ബിസ്ക്കറ്റ് ചെയ്യുന്ന വിഷയമാണ്. പെട്ടെന്നല്ലേ ഞാൻ ചോദിക്കട്ടെ, യവന് തീരെ അനക്കമില്ലല്ലേ? ഇല്ല ഒരു അനക്കവും ഇല്ല. അങ്ങനെ അനക്കത്തിരിക്കോ? അത് ശരി, തീരെ അനങ്ങത്തില്ലല്ലോ? ഇല്ല അനക്കാതെ കിടക്കുവാ. അന്നെ ഈ കള്ളസാക്ഷി പറഞ്ഞില്ലേ, അതിനുശേഷം വന്നിട്ട് എന്തോ മനസ്സിനുണ്ടായ സങ്കടം കൊണ്ടാവും തളർന്ന് വീണങ്ങ് കിടന്നു. അങ്ങനെ ഇല്ല അല്ലേ? ഇല്ല വേറെ കേസുണ്ട്. എന്റെ ഒരു മരുന്നുണ്ട്. അയ്യോ മരുന്ന് കൊടുക്കല്ല, അവന്റെ അസുഖം എനിക്ക് പിടി കിട്ടിയതാ ഞാൻ പറഞ്ഞു. പറയുന്നു ഇല്ല മരുന്ന് കഴിക്കണം മരുന്നല്ല, വേറൊരു മരുന്ന് എന്റെ ഉണ്ട്. അത് കൊടുത്താൽ ഓക്കെ ആകുമെന്ന് പലരും നടന്ന് ഇങ്ങനെ പലരും എണ്ണയിപ്പിച്ചിട്ടുണ്ടെന്ന് ഞാൻ. ആ മരുന്ന് എന്റെ ഉണ്ടല്ലോ, ഞാൻ കൊടുക്കാം എന്റെ ഇരിക്കുമല്ലേ, സാധനം എന്റെ ഇരിക്കുമല്ലേ. ഇതേ ഈ പോലീസുകാർ ഉള്ളംകാലി അടിക്കണ എന്തിനെന്നറിയോ? എന്തിനാ? തലച്ചോറ് കിട്ടും. അപ്പൊ ഇവിടെ നിന്നുള്ളത് അവിടെ കിട്ടും. അല്ല ഇപ്പോഴും എനിക്ക് അവന്റെ രോഗം ഞാൻ തിരിഞ്ഞു പെട്ടെന്ന് നോക്കിയപ്പോഴും എനിക്ക് പിടികിട്ടിയത്. കുഴപ്പമില്ല. അല്ല അവന് പ്രശ്നമില്ലല്ലോ. അനങ്ങി പൊങ്ങാതെ നടന്ന ഒരു കൈ അനങ്ങി. അല്ലല്ല യോ മിസ്റ്റേക്ക്, ഇപ്പുറത്തെ കൈയാണ്. അല്ല ഈ കയ്യാ. ഒന്നും ട്രൈ ചെയ്യാൻ യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞില്ല ഇതൊക്കെ ഈശ്വരാക്ക തിരകി കരുതി തരതിരി തിര ചന്ദ്രലേഖ. അതുപോലെ ഞാൻ കാണിച്ചു തരാം. കണ്ടോ എടാ നിസാര കേസിന് നീ എനിക്കെതിരെ കള്ളസാക്ഷി പറഞ്ഞിട്ട് ഇവിടെ വാടാ പരത്ത് നീ ഇവിടെ വാ. പിന്നെ എന്തിനാ എനിക്കെതിരെ കള്ളസാക്ഷി പറഞ്ഞു? എനിക്കെതിരെ എന്തിനാ നീ കള്ളസാക്ഷി? ഞാൻ മനഃപൂർവ്വം പറഞ്ഞല്ല. പിന്നല്ലാതെ നിങ്ങളെ പെങ്ങളെ മോനുണ്ടല്ലോ, പണ്ട് നിങ്ങൾ ഒരു വീട് ഒഴിപ്പിക്കാൻ വേണ്ടി കൊണ്ടുവന്നില്ല ഒരുത്തൻ. ആ വീട്ടിൽ ഒരു പെണ്ണിന്റെ കൂടെ കയറി നിങ്ങൾ പുറത്തില്ലേ? ആ വൈരാഗ്യത്തിന് ആ ചെറുക്കൻ എന്നോട് പറഞ്ഞു നിങ്ങൾക്കെതിരെ കള്ളസാക്ഷി പറയാൻ. അങ്ങനെയാണോ? അപ്പൊ നിങ്ങൾ ജയിലിൽ പോകുമ്പോ ആ പെണ്ണുമ്പോൾ ആ വീട്ടിൽ നിന്ന് അവനെ ഇറക്കാന്ന് അവൻ എന്നോട് പറഞ്ഞു. ഞാൻ അവനോട് പറഞ്ഞ എന്റെ കൈയൊന്നും സ്ലിപ്പായി ഒരു അബദ്ധം പറ്റിയാന്ന് ഞാൻ പറഞ്ഞതാ. അല്ല അതുകൊണ്ടല്ല ഞാൻ പറഞ്ഞ, അല്ല ഞങ്ങളങ്ങനെ ഉപദ്രവിക്കില്ല. അപ്പൊ എന്റെ മരുമോനാ നിന്നെ കൊണ്ട് ജയിച്ചേ. അതെ കുഴപ്പമില്ല, അവനുള്ള പണി ഞാൻ ഇത് കഴിയുമ്പോ അങ്ങോട്ട് ചെന്നിട്ട് ഞാൻ കൊടുത്തോളാം. അയ്യോ ഒരു കാര്യം ഇത്ര ഒപ്പിച്ചോണ്ട് എന്നെ ഒന്നും ചെയ്യരുത്. നീ എന്റെ കൂടെ വാ. എന്റെ ചേട്ടനെ എല്ലാം പറഞ്ഞ് നിങ്ങൾ ബോധ്യപ്പെടുത്തിയില്ലേ? പിന്നെ എന്തിനാ എന്റെ ചേട്ടനെ കൊണ്ടുപോണത്? കാര്യങ്ങൾ ഇത്ര ആയ സ്ഥിതിക്ക് ഒരു നസക്ക് ഒരു നസക്ക് ഒരു പിസക്ക് അതെന്റെ അപ്പ നിന്റെ അപ്പ